സലൂണിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ എങ്ങനെ ഹെയർ സ്പാ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഹെയർ സ്പാ ചെയ്യുന്നത് മുടിക്ക് എപ്പോഴും നല്ലതാണ്. ഹെയർ ഫോളിക്കിൾസിന് ബലം വർദ്ധിപ്പിക്കാനും നല്ലതാണ്. മുടിയുടെ ഡ്രൈനസ് മാറാനും മുടി നല്ല തിളക്കമുള്ളതാക്കാനും സ്പാ ചെയ്യുന്നത് നല്ലതാണ്. എന്നാലും ഫ്രീക്വന്റ് ആയിട്ട് സ്പാ ചെയ്യാൻ പാടില്ല. സലൂണിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം സ്പാ ചെയ്യാൻ ശ്രദ്ധിക്കുക. മുടി വളരാനും ഇത് സഹായിക്കും. മുടിയുടെ തിക്നെസ് വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എപ്പോഴും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ ആയിരിക്കണം. കുറഞ്ഞ കെമിക്കൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകുന്നതിനും ഇത് കാരണമാകും. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് വലിയ പണച്ചെലവില്ലാതെ 5 സ്റ്റെപ്പിലൂടെ എങ്ങനെ ഹെയർ സ്പാ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം മുടിയിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും നല്ല ഓയിൽ അതെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. സ്കാൽപ്പിലും മുടിയുടെ അറ്റം വരെയും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് കൈ എടുക്കാതെ നല്ല രീതിയിൽ കൈവിരലുകൾ കൊണ്ട് മസാജ് ചെയ്യുക. 15 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കട്ടിയുള്ള ഒരു ടവല് മുക്കി നന്നായിട്ട് പിഴിഞ്ഞ് മുടി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ, സ്കാൽപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ കെട്ടിവെക്കുക. നല്ല രീതിയിൽ കെട്ടിവെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് അങ്ങനെ വെക്കുക. അതിനുശേഷം ഇതിന് വേണ്ട പ്രധാനപ്പെട്ട മാസ്ക് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് നമ്മുടെ മുടിയുടെ തിക്നെസ്സിനും ലെങ്തിനും അനുസരിച്ചിട്ട് പഴം എടുക്കുക. 1-2 പഴുത്ത പഴം എടുക്കുക. അത് നന്നായിട്ട് ഉടയ്ക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കുക. ഒരു ഫുൾ മുട്ട എടുക്കുക. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഉൾപ്പെടെ ഫുള്ളായിട്ടുള്ള ഒരു മുട്ട എടുക്കുക. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് സ്കാൽപ്പിലും ഹെയറിൻ്റെ അറ്റം വരെയും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. ലൂക്ക് വാം വാട്ടറിൽ കഴുകിക്കളയാം. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ലൂക്ക് വാം വാട്ടർ ആയതുകൊണ്ട് സ്മെല്ലൊന്നും കാണില്ല. ഇല്ലെങ്കിൽ നമുക്ക് മൈൽഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്ത് കഴുകുക. അതിനുശേഷം നല്ലൊരു കണ്ടീഷണർ എടുത്തിട്ട് കണ്ടീഷണറിലേക്ക് ആവശ്യത്തിന് ആപ്പിൾ സിഡർ വിനീഗർ 2-3 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് സ്കാൽപ്പിൽ പറ്റിക്കാതെ മുടിയുടെ അറ്റഭാഗം മാത്രം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ആപ്പിൾ സിഡർ വിനീഗർ ഇല്ലെങ്കിൽ അതിന് പകരം കണ്ടീഷണറിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ, നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്ത കട്ടൻ ചായ മിക്സ് ചെയ്ത് അത് തേക്കുക. അത് ഹെയറിൽ നമുക്ക് തേക്കാം. അത് സ്കാൽപ്പിൽ തേക്കാൻ പാടില്ല, ഹെയറിൽ മാത്രം, ഹെയർ ഭാഗത്ത് മാത്രം തേക്കുക. ഇത് കഴുകിക്കളയാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാം. അപ്പോൾ നമുക്ക് ഇത് നാച്ചുറലായിട്ട് ഒരു ഹെയർ സ്പാ വീട്ടിൽ ചെയ്യാൻ സാധിക്കും. മുടിക്ക് നല്ല ഹെൽത്തിയാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ വലിയ പൈസ ചെലവും വരില്ല. മാത്രമല്ല സ്കാൽപ്പ് വൃത്തിയാവാനും ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ പോകാനും ഇത് നല്ലതാണ്.